ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം തിരുവോണ ആശംസകൾ നേരുന്നു. അപ്പോൾ തിരുവോണമായിട്ട് ഒരു പായസം വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഒരു പാനിലോട്ട് 1/2 കിലോ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അഥവാ 2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പാനിലോട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പ്രഥമൻ കടലപ്പരിപ്പ് വെച്ചും അട വെച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ തന്നെ ഞാൻ ചെറുപയർ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ആ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മളിത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കഴുകേണ്ട ആവശ്യമില്ല, റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കഴുകുക. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതൊന്നിക്കിൽ സാധാ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ 3/4 പാൽ എടുക്കാം. അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു 3 കപ്പ് 3/4 പാലും ബാക്കി 3 കപ്പ് സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം മുഴുവനായിട്ടും ഈ 3/4 പാൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഒരു എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും, അങ്ങനെ 3 വിസിൽ വരുന്നത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചില കുക്കറിൻ്റെ മാറ്റം അനുസരിച്ച് വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് ഈ ചെറുപയർ പരിപ്പ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. അങ്ങനെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ടിയുള്ള പാത്രം എടുക്കാം. ഉരുളിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൽ കല്ലും കരിമ്പിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടാണല്ലോ ഉള്ളത്, അപ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ശരിയായിക്കോളും. ഇനി ഇത് 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് 2 മിനിറ്റ് തിളച്ച ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് 2 കപ്പ് 2/4 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. നന്നായിട്ട് ഇളക്കി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം പിന്നെ ഇതിലോട്ട് 1 കപ്പോ 1.5 കപ്പോ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് തിളപ്പിക്കുന്നില്ല, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടേ വേണ്ടൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇടയ്ക്കിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. 1/4 പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് പായസം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പാലൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് എന്താ പറയുക, തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം.
പായസത്തിലോട്ട് വറവിടാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കളർ മാറി വരുമ്പോൾ അതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കളർ മാറി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മുഴുവനായിട്ടും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്ത ശേഷം പിന്നെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർക്കുന്ന സമയത്ത് പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെറു ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ സദ്യയുടെ കൂടെ ഈ ഒരു പായസം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പരിപ്പ് പ്രഥമൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനലിൽ ഒരുപാട് സദ്യ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.